ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കിവിടെ നല്ല അടിപൊളി ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെമ്മീൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ചെമ്മീൻ ഫ്രൈ ആക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നല്ല വലിയ ചെമ്മീനായിരുന്നു. അപ്പോൾ അത് നല്ല പോലെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെമ്മീൻ എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഈ ബാക്ക് സൈഡിലില്ലേ ഒരു ചെറിയൊരു ബ്ലാക്ക് കളറിലൊരു നൂലുണ്ടാകും. അത് നിർബന്ധമായിട്ടും നമ്മൾ എടുത്ത് ഒഴിവാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അലർജികൾ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും. ഇനി നമുക്ക് ഫ്രൈന് കണക്കായിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇതിലിപ്പോൾ 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയുമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്. അത് നല്ല പോലെ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് 1 അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാകും. അതേപോലെ തന്നെ നമുക്കിനി ആവശ്യമുള്ളത് പുളിൻ്റെ വെള്ളമാണ്. അപ്പോൾ കറീൻ്റെ പുളി നല്ല പോലെ പൊതിർത്തിയിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണും സാധാ മുളക് പൊടിയും ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ കുറച്ച് എരിവ് കുറവാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ഇട്ടത്. നമ്മൾ ഈ പൊടികൾ മിക്സ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ നമുക്ക് വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചായിട്ട് പുളിവെള്ളം, അതല്ലാന്നുണ്ടെങ്കിൽ സാദാ വെള്ളം 1 ടേബിൾ സ്പൂണോ അതല്ല ഒരു 2 ടേബിൾ സ്പൂൺ അത്ര മതിയാകും. എക്സ്ട്രാ വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെയും നല്ലപോലെ കുഴച്ച് കൊടുക്കുക. അതെന്താ വെച്ചാൽ ആദ്യം തന്നെ മസാലയിൽ കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് പൊരിച്ചെടുക്കുമ്പോൾ മസാല ഫുള്ളായിന്ന് വിട്ട് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഫുള്ളായിട്ട് എല്ലാത്തിലും മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ അത്ര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നമ്മൾ സാധാ ഓയിൽ ഉപയോഗിക്കാണ്ട് പൊരിക്കലാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്നിട്ട് ഓയിലൊന്ന് നല്ല പോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ മസാല തേച്ച് വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് ഈ രീതിയിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് പാനിൽ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ വെച്ച് കൊടുക്കുക, ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പ്രോൺസ് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം നല്ല പോലെ കുറവാക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്ലെയിം കുറവ് ചെയ്യണ്ട. കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം കുറവാക്കുക. ഒരു മീഡിയത്തിൽ വെക്കുക. എന്നിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിൻ്റെ മുകളിൽ നമ്മൾ മൂടി വെച്ച് അടച്ച് വെക്കുക, അങ്ങനെ ഒന്നും ചെയ്യണ്ട. ആ രീതിക്ക് നമ്മൾ മൂടി വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആവിയിൽ വെന്ത പോലെയാണ് ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ മീൻ പൊരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുക. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു 2-3 മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സൈഡ് ഫുള്ളായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാകും. നല്ല പോലെ വെന്തെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്താക്കുക, അതിനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഈ രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം മാത്രം നമ്മൾ കൂട്ടി വെക്കാൻ പാടില്ല, കാരണം ചെമ്മീനിന് നല്ല വേവാണ്. അപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് കരിഞ്ഞു പോകുന്നല്ലാണ്ട് നമുക്ക് ചെമ്മീൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു സൈഡ് ആയിനോ എന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടാകും. നല്ല പോലെ ഒന്നും കൂടി മീൻ ചുങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു സൈഡ് വെന്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലെയിം നല്ല പോലെ കുറവാക്കി വെച്ചിട്ട് ഇതിനെ ഇനിയും വേഗം വിടുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുക. അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതിപ്പോൾ ഇവിടെ നമ്മളെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടാവും. ഞാൻ ആദ്യം കഴുകി വെച്ച സമയത്ത് എത്ര വലിപ്പം ഉണ്ടായെന്ന് കണ്ടിട്ടുണ്ടായില്ലേ. ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ നല്ല പോലെ ചെറുതായി. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കുറച്ച് വലിയ ചെമ്മീനാണ് എടുക്കുക കേട്ടോ. നന്നായി കുഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ പറ്റ ചെറുതായി പോകും. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചെമ്മീൻ ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും.